ലഹരിയുടെ ഉപയോഗവും ലഹരിയുടെ അനധികൃതമായ വ്യാപനവും ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും അതിന്റെ വിൽപ്പനയുമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ട് ദിവസവും ഒട്ടനവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതി. ഈ ഒരു പദ്ധതിയുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആവിർഭ കൂട്ടായ്മ ഇന്ന് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് 2026 ജനുവരി 1 ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിലുള്ള ലഹരിഘട്ട ജൂലൈ മാസം 15 പിന്നിടുമ്പോഴേക്കും നൂറുകണക്കിന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 6 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കേരളം എത്രത്തോളം ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നു എന്നത് നമുക്ക് ബോധ്യപ്പെടും വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്, ഈ പ്രദേശം പൂർണ്ണമായും ലഹരി മുക്തമാകണമെങ്കിൽ നിങ്ങളെല്ലാവരും, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടുകാർ ഇവരേതെങ്കിലും രീതിയിൽ ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും യോദ്ധാവായി മാറിക്കൊണ്ട് പോലീസ് ഓഫീസർമാർക്ക് ഇതിന് വിവരം അറിയിച്ചുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ബീച്ചിൽ ലഹരിക്കെതിരെ ഇത്രയും ആളുകൾ സംഘടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു റാലി സംഘടിപ്പിക്കാൻ ഇതിന്റെ സംഘാടകർക്ക് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ലഹരി വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ആ പ്രവൃത്തിയിൽ നിന്നും ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയാതല്ല. അത് കഴിയാത്തത് എന്തുകൊണ്ടെന്ന് സാർ, നിങ്ങളും ഞങ്ങളും എല്ലാവരും ഇതിനെതിരെയുള്ള മനസ്സ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നേരിട്ട് ഒന്ന് ഇവരുമായിട്ട് ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് എതിർക്കാനോ നമ്മൾ ആരും മെനക്കെടാറില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളില് പേടിയുണ്ട്. കാരണം ഇവരെന്തെങ്കിലും ചെയ്താലോ എന്നുള്ളത്. കറക്റ്റാണ്, അവരെന്തെങ്കിലും ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും നിയമ നടപടികളിലൂടെ ഇവരെ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും നമുക്ക് കഴിയാറില്ല. അപ്പോഴേ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെക്കാളെല്ലാം കരുത്തരായ അവരെ നമുക്ക് നേരിടാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയായിട്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. കാരണം നമ്മളുടെ പേടിയെ അവർ ചൂഷണം ചെയ്യുകയാണ്. നമ്മളുടെ ഈ പേടി നമ്മളുടെ കഴിവില്ലായ്മയായിട്ട് അവർ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് ഈ പ്രദേശത്തുള്ള ലഹരി വിൽപ്പന തടയാൻ പറ്റും. ഏതെങ്കിലും തരത്തിൽ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലുള്ള ഇപ്പോഴും നിങ്ങളുടെ കൂട്ടായ്മയെ തന്നെ അതില്ലാതാക്കും. കാരണം വെച്ചാൽ പിന്നെ ഒരു വീട്ടിൽ നിന്നും ഒരാളെയും ഈ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാൻ വീട്ടിലുള്ള ആരും സമ്മതിക്കില്ല. വെറുതെ നിങ്ങൾ പോയിട്ട് എന്തിനാണ് അവരുടെ അടി വാങ്ങുന്നത്? ഈ വീട്ടിൽ നിന്ന് ആരും പോകും. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ പരിപാടികളൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് വെറുതെ ആ പരിപാടിക്ക് പോകുന്നത്? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാണുങ്ങളും അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളും ലഹരിക്കെതിരെ പോരാടാൻ മെനക്കെടാറില്ല. ഇന്ന് സംഘടിപ്പിച്ച റാലി അത് ഞാൻ പോയിട്ടില്ലെങ്കിലും മോശമല്ല, എന്നെ അവരെ വിളിച്ചല്ലേ. അപ്പോഴേ പോയിട്ടില്ലെങ്കിലും മോശമല്ലേ എന്നുള്ള ആ തോന്നൽ കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും പല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. എങ്ങനെങ്കിലും ആ സ്ഥലത്തെത്തി ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയി കളയാന്നുള്ള ധാരണയും കൂടിയാണ് പറയാനുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് ഏത് കുട്ടിക്കും പരിചിതമായ ഒരു വാക്കായി മാറിയിരിക്കുന്നു. എന്താണ് ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഇന്ന് ആരോരും കാണാൻ കഴിയാത്ത രീതിയിലുള്ള വൻ ചിതലുകളാൽ അരിച്ചരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്.
ലഹരിയാണ് ആ വൻചിതർ. നമ്മളറിയാതെ നമ്മുടെ സ്വന്തം വീടായാൽ പോലും നമുക്കത് അറിയാൻ കഴിയാതെ നമ്മുടെ വാതിലുകളൊക്കെ തന്നെ ചെതലരിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ അത് നോക്കിയാൽ ഒരു മേലെ ഒരു പാട മാത്രമേ കാണൂ, ഉള്ളിലൊക്കെ പൊള്ളയായിട്ടുണ്ടാവും. അതുപോലെയാണ് ഈ ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്.